എറണാകുളത്തേക്കാണ്. അമൽ സുരേന്ദ്രനാണ്, കണ്ണമാലിയിലാണ് അമൽ സുരേന്ദ്രൻ ഉള്ളത്. അമൽ, വിവിധയിടങ്ങളിൽ കടലാക്രമണ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുണ്ട്. അതിൽ എറണാകുളം ജില്ലയും ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? രൂക്ഷമാണോ കടൽക്ഷോഭം? അതീവ രൂക്ഷമാണ് കടൽക്ഷോഭം എന്ന് തന്നെ പറയണം അനുജ. ഏതായാലും ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകുന്നില്ല. ഇവർ അങ്ങേയറ്റം നിരാശരാണ്. അതായത് ചെല്ലാനത്ത് 7.3 കിലോമീറ്ററോളം ടെട്രോപോഡ് ഇട്ടതിനെ തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ ഈ കടൽക്ഷോഭ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായെങ്കിലും ഇപ്പോഴും രണ്ടാം ഘട്ട പണി പൂർത്തിയാകാതെ കിടക്കുന്ന കണ്ണമാലി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം അങ്ങേയറ്റം ദയനീയമാണ് എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രദേശവാസി, അതായത് പ്രളയകാലത്തെല്ലാം മത്സ്യബന്ധനത്തിന് പോയിരുന്ന ഇദ്ദേഹത്തിന്റെ ബോട്ടുമായി രക്ഷാപ്രവർത്തനത്തിന് പോയ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ വീടടക്കം ഇപ്പോൾ പ്രശ്നബാധിതമായി തുടരുകയാണ്. ചേട്ടാ, വളരെ രൂക്ഷമായാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. അതെ, ഇവിടെ രൂക്ഷമാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാനല്ല, ഇതാണ് അവസ്ഥ. കടലും മേളിലും കര താഴിലും പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ വടക്കൻ കാറ്റും ഒഴുക്കും നിൽക്കണ കൊണ്ടാണ്. അതേസമയം തെക്കൻ കാറ്റാണെങ്കിൽ ഈ കര ഉണ്ടാകില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ചെല്ലാനം ചെല്ലാനത്ത് പൂർണ്ണമായിട്ടും സുരക്ഷിതമായെന്നാണ് ഗവൺമെന്റ് പറയണത്. പക്ഷേ ഈ 7.3 കിലോമീറ്റർ മാത്രമേ ടെട്രോപോഡിന്റെ പണി നടന്നിട്ടുള്ളൂ. ബാക്കി ഇങ്ങോട്ട് നടന്നിട്ടില്ല. അതായത് ചെല്ലാനം പഞ്ചായത്തിന്റെ 10ാം വാർഡ് പുത്തൻതോട് വടക്കേ മൂല തൊട്ട് വടക്കോട്ടുള്ള പണി ചെയ്തിട്ടില്ല. ഈ ചെയ്യാന്റെ പേരിൽ അവിടുത്തെ ബാധകമെല്ലാം ഇവിടെ ഇപ്പൊ ഏറ്റണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ വെള്ളം ഇവിടെ നിന്ന് കയറി കിലോമീറ്ററുകൾ ഉള്ളിലേക്ക്, ഈ തീരപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം പോകുന്നുണ്ട്. അവിടെ പോകുന്ന വെള്ളം അവിടെ തങ്ങി നിൽക്കുകയാണ്. അതായത് ആ പ്രദേശങ്ങളിലുള്ള ചെറിയ തോടുകൾ അടക്കമുള്ളവ ശുചീകരിക്കാൻ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്നൊരു പരാതിയും ജനങ്ങൾക്ക് പറയാനുണ്ട്. ചേട്ടാ, വീട്ടിലെല്ലാം പ്രശ്നമാണോ? വെള്ളമാണോ? എല്ലായിടത്തും വെള്ളമാണ് സാറേ, എല്ലായിടത്തും വെള്ളമാണ്. പിള്ളേരൊക്കെ ഉണ്ട്, ഭക്ഷണമൊന്നും വെക്കാനായിട്ട് പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വർഷങ്ങളായി അനുഭവിക്കുന്നതാണ്. ഇത് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഇന്ന് വരെയൊക്കെ ഉണ്ടായിട്ട്. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ സ്കൂളിൽ വിടും എന്നൊരു ആശങ്കയും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന കളക്ടറേറ്റിന് മുൻപിൽ നടന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഇവരെല്ലാം കളക്ടറോട് ആവശ്യപ്പെടുകയും കളക്ടറുടെ സമരം അവസാനിപ്പിക്കണമെന്ന് ഇവരോട് പറഞ്ഞത് മെയ് 15-ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാമെന്നൊരു ഉറപ്പിന്റെ പുറത്താണ് അന്ന് അവർ ഈ ഒരു സമരം അവസാനിപ്പിച്ചത്. പക്ഷേ ഇതുവരെയായും ഒരധികാരികൾ പോലും ഇവിടെ എത്തുകയോ ഇവരുടെ പ്രശ്നങ്ങളൊന്ന് കേൾക്കുവാൻ പോലും സന്മനസ് കാട്ടിയിട്ടില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ചേട്ടാ, ആരെങ്കിലും വന്നിരുന്നോ? വില്ലേജ് ഓഫീസർ കുമ്പളങ്ങിൽ നിന്ന് വന്ന് ഇവിടെ വെള്ളം കയറിയ വീട്, ഞങ്ങളുടെ വീടൊക്കെ മുങ്ങിക്കിടക്കണേ. ആ വെള്ളം കയറിയ വീടൊക്കെ വന്നേക്കും അവർ പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങളെ മാറ്റി താമസിപ്പിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോരാന്ന്. ഞങ്ങളെ ഈ വീടും വിട്ടേച്ച് എവിടെ പോകാനാണ്? ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുക എന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. അന്ന് അനുഭവിച്ച ദുരനുഭവങ്ങളാണ് ഇവരെ അങ്ങോട്ട് പോകാൻ വിസമ്മതരാക്കുന്നതും. അതുമാത്രമല്ല, ഇത് ഇവരുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ തുടരുക എന്നത്. അനുജ, അതാണ്. പക്ഷേ സർക്കാർ പറയുന്നത് എപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന നിർദ്ദേശം സർക്കാർ നൽകുന്നു, ആ സമയം അത് പാലിക്കണം എന്നുള്ളതാണ്. കണ്ണമാലിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് അമൽ സുരേന്ദ്രൻ നൽകിയത്. അവിടുത്തെ അവസ്ഥ അത് ദുസ്സഹമാണ്. വെള്ളം വീടുകളിലേക്ക് കയറുന്ന സാഹചര്യമാണ്. വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്നതാണ്. ഇതിന് പരിഹാരമില്ല എന്നാണ് അവർ പറയുന്നത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതി കൂടി അവർ പറയുന്നുണ്ട്.